diffraction at straight edge, Fresnel diffraction. Okay. ഇവിടെ എസ് എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് സ്ട്രെയിറ്റ് എഡ്ജ് ഒരു ബ്ലേഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. സോ ഇത്രയും ഭാഗം എക്സ്പോസ്ഡ് ഏരിയ ആണ്. പക്ഷെ ഇവിടെ എന്താ ഇവിടെ ഒരു സ്ട്രെയിറ്റ് എഡ്ജിലുള്ളത് ഇതൊരു ഒപ്പക്ക് റീജിയൻ ആണ്, ലൈറ്റ് കടത്തിവിടാത്ത റീജിയൻ ആണ്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേവ് ഫ്രണ്ടിന്റെ ഹാഫ് പീരീഡ് സോൺ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരും. നേരത്തെ ഹാഫ് പീരീഡ് സോൺ. അപ്പൊ ഇവിടെ ഒരു എസ് എന്ന് പറയുന്ന പോയിന്റ്, എസ് എന്ന് പറയുന്ന സോഴ്സ്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു വേവ് ഫ്രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു വേവ് ഫ്രണ്ട്. അപ്പൊ ആ വേവ് ഫ്രണ്ടില് നോക്കുക, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വേവ് ഫ്രണ്ടിന്റെ ഏരിയ നമുക്ക് ഓക്കെ. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിലുള്ള വേവ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഹാഫ് പീരീഡ് സോണോ താഴെയുള്ള ഹാഫ് പീരീഡ് സോണോ. ഓക്കെ. ഇത് ഞാൻ ക്യൂ എന്ന് പറയുന്നു, ഇതിനെ ക്യൂ ഡാഷ് എന്ന് പറയുന്നു. ഈ രണ്ടിന്റെയും ഏരിയ, ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയ, ഇതിന്റെ മുകളിലും താഴെയുള്ള ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയ ഈക്വൽ ആണ്. ഇനി തൊട്ടടുത്ത ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയയേക്കാൾ കുറവായിരുന്നു. അതുപോലെ ഇവിടെ ഈ ഹാഫ് പീരീഡ് സോണിന്റെ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയയേക്കാൾ കുറവായിരിക്കും. ഓക്കെ. പക്ഷെ ഈ സെക്കൻഡ് ഇത് താഴെയുള്ള ഇവിടെയുള്ള ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയയും അതുപോലെ ഈ ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതിന് ഞാൻ Q1 ഡാഷ് എന്ന് വിളിക്കുന്നു. ഇതിന് ഞാൻ Q1. ഇനി തൊട്ട് ഇവിടെ നോക്കുക, കുറച്ചും കൂടി ചെറുതായി ഹാഫ് പീരീഡ് സോൺ, കുറച്ചും കൂടി ചെറുതായി. സോ ഇതിനെ ഞാൻ Q2 എന്ന് വിളിക്കുന്നു. ഇവിടെ ഞാൻ ഇത് വിളിക്കുന്നു Q2 ഡാഷ്. ഓക്കെ. ഇത് നമ്മുടെ തേർഡ് ഹാഫ് പീരീഡ് സോൺ. അതുപോലെ ഇവിടെയും തേർഡ് ഹാഫ് പീരീഡ് സോൺ. അപ്പം സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിനേക്കാൾ കുറച്ച് ഏരിയ മാത്രമേ തേർഡിൽ ഉണ്ടാവൂ. പക്ഷെ ഈ തേർഡ് ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയ ഇവിടെയുള്ള തേർഡ് ഹാഫ് പീരീഡ് സോണിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പം നോക്കുക, ഇവിടുന്ന് ഒരു ലൈറ്റ് ഇവിടത്തേക്ക് എത്തുന്നു, പിയിലേക്ക് എത്തുന്നു. അതായത് വേവ് ഫ്രണ്ട് ആ ഡിസ്റ്റൻസും അതുപോലെ ക്യൂ ഡാഷിലുള്ള പിയിലേക്ക് എത്തുന്ന ഈ ഒരു ഡിസ്റ്റൻസ്. സോ ദിസ് ഈസ് പി ക്യൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഹാഫ് പീരീഡ് സോണിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അതായത് അടുത്തടുത്ത ഹാഫ് പീരീഡ് സോൺ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് λ/2. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ആദ്യത്തെ ഹാഫ് പീരീഡ് സോൺ PQ, അടുത്ത ഹാഫ് പീരീഡ് സോൺ എന്താ PQ പ്ലസ് λ/2. ഓക്കെ. അടുത്ത ഹാഫ് പീരീഡ് സോൺ PQ പ്ലസ് 2λ/2. 2λ/2 എന്ന് പറഞ്ഞാൽ PQ പ്ലസ് λ. ഇനി അടുത്തതോ PQ പ്ലസ് 3λ/2. ഇങ്ങനെ പോകും. ഓക്കെ. ഈ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകും. അതായത് PQ പ്ലസ് λ/2, പിന്നെ PQ പ്ലസ് 2λ/2, പിന്നെ PQ പ്ലസ് 3λ/2 എക്സെട്ര. ഈ രീതിയിൽ. ഇനി ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡും അതിന്റെ ഇന്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. കാരണം നമുക്ക് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കും. അപ്പൊ ഈ Q എന്ന് പറയുന്ന ഈ പോയിന്റിന് മുകളിൽ ഈ W വരെയുള്ള റീജിയനിൽ ഒരുപാട് ഹാഫ് പീരീഡ് സോൺസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഹാഫ് പീരീഡ് സോണും തൊട്ടടുത്ത ഹാഫ് പീരീഡ് സോണും തമ്മിൽ പാത്ത് ഡിഫറൻസ് λ/2 ആണ്. ഓക്കെ. അപ്പൊ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? പൈ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഫേസ് ഡിഫറൻസ് പൈ ആകുന്ന സമയത്ത് ഒരു ആംപ്ലിറ്റ്യൂഡും തൊട്ടടുത്ത ആംപ്ലിറ്റ്യൂഡും തമ്മിൽ എന്തായിരിക്കും? 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ മൈനസ് നേടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന അപ്പർ ഹാഫിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ. സോ
അപ്പർ ഹാഫിലുള്ള ആംപ്ലിറ്റ്യൂഡ് യു ഡാഷ് പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് u1 മൈനസ് u2. കാരണം u1 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ്, ലൈറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ്, വേവ് ഫ്രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്. തൊട്ട മുകളിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് u2 ആണ്. പക്ഷെ ഇതും തമ്മിൽ ഫേസ് ഡിഫറൻസ് 180 ആയതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് u2 നോക്കും. ഇനി തൊട്ടടുത്തത് അതെന്താ പ്ലസ് u3. അതിന്റെ തൊട്ട് മുകളിലുള്ള എന്താ that is minus u4. ഈ രീതിയിൽ എക്സെട്ര അവസാനം നമുക്ക് എത്രയുണ്ട് എന്ന് അറിയില്ല, that is plus or minus u ആണ്. ഞാൻ ഇത്രയും ഭാഗത്തുണ്ടാകുന്ന ഹാഫ് പീരീഡ് സോണിന്റെ കോൺട്രിബ്യൂഷൻ, ആംപ്ലിറ്റ്യൂഡിന്റെ കോൺട്രിബ്യൂഷൻ, ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതാ ഇത്രയും ഭാഗം എക്സ്പോസ്ഡ് ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് ഒരു ഹാഫ് പീരീഡ് സോൺ ആണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? കാരണം ക്യൂവിന് മുകളിലുള്ള ഹാഫ് പീരീഡ് സോണിന്റെ ഒക്കെ ആംപ്ലിറ്റ്യൂഡിന്റെ സം അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, യു ഡാഷ് പി പ്ലസ് ഇതൊരു ഹാഫ് പീരീഡ് സോൺ ആയതുകൊണ്ട് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് യു ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പം എനിക്ക് എന്ത് എഴുതാം? ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ഓക്കെ അറ്റ് പി ഡ്യൂ ടു ദ എക്സ്പോസ്ഡ് പോർഷൻ അല്ലേ? അതായത് ഇതിന് ശേഷമുള്ള പോർഷനിലുള്ള ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഇവിടെ പറയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാ? ഇതിന് മുകളിലുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ ടോട്ടൽ സം ദാറ്റ് ഈസ് u dash p plus u1. കാരണം ഇത് ഒരു ഹാഫ് പീരീഡ് സോൺ എന്ന് മാത്രമാണ് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ u1 മൈനസ് u2 പ്ലസ് u3 മൈനസ് u4 അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക്, കാരണം ഒന്നാമത്തെ ഹാഫ് പീരീഡ് സോണും തൊട്ടടുത്ത ഹാഫ് പീരീഡ് സോൺ, അപ്പം ഈ രണ്ടാമത്തെ ഹാഫ് പീരീഡ് സോണിനെ നമുക്ക് രണ്ടെണ്ണമായി ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കുന്ന ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് വരും. അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി u1/2. അതായത് ഇവിടുന്ന് മുകളിലേക്കുള്ള എല്ലാ ഹാഫ് പീരീഡ് സോണിന്റെ ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി u1/2 ആണ്. ഓക്കെ, അപ്പം ഈ u ഡാഷ് പി എന്നുള്ളത് എന്താണ്? u1/2 ആണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് u1/2 പ്ലസ് u1 എത്ര വരും? ഓക്കെ, 3u1/2. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 u1. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. കാരണം ഡിഫ്രാക്ഷൻ പാറ്റേണിൽ നമ്മൾ ഇന്റൻസിറ്റി കൂടിയതിന് മാക്സിമം ആയിരുന്നു, ഇന്റൻസിറ്റി കുറഞ്ഞതിന് മിനിമം എന്ന് വിളിക്കുക. നമ്മൾ ഇന്റർഫറൻസ് പാറ്റേണിൽ ബ്രൈറ്റ് പോയിന്റ് ഡാർക്ക് പോയിന്റ് എന്ന് വിളിച്ചതിന് പകരം ഇവിടെ മാക്സിമ മിനിമം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഹാഫ് പീരീഡ് സോൺ മാത്രമേ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളിപ്പോ നമുക്ക് ഈ വാല്യൂ കിട്ടിയത് 1.5 u1. സോ അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ മാക്സിമം. ഓക്കെ, ഇനി ഈ പി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി മുകളിലാണെങ്കിലോ ഇവിടെ രണ്ട് ഹാഫ് പീരീഡ് സോൺ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ എടുത്ത u1 നമുക്ക് കിട്ടുമോ? ഇല്ല, ഈ u1 കിട്ടില്ല. കാരണം ഇവിടെ രണ്ട് ഹാഫ് പീരീഡ് സോൺ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ടോട്ടൽ ഇന്റൻസിറ്റി എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് യു ഡാഷ് പി. അതുപോലെ തന്നെ യു ഡാഷ് പി എന്ന് പറഞ്ഞാൽ എത്രയാ? u1/2 പ്ലസ് പിന്നെ u1 മൈനസ് u2. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്തു?
u1 അപ്രോക്സിമേറ്റ്ലി u2 എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് അവസാനം നമുക്ക് എന്താ കിട്ടുക u1/2. ഇത് 1.5 u1 ആണെങ്കിൽ ഇതെന്താ ഹാഫ് u1 ദാറ്റ് ഈസ് 0.5 u1 ആണ്. അപ്പൊ 0.5 u1 ആണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വരുന്നതെങ്കിൽ that point is minima. അതിനെന്ത് പറയും മിനിമ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മള് ഫ്രനൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് സോഴ്സും അതുപോലെ ഒബ്സ്റ്റക്കിളും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായി? അപ്പൊ അങ്ങനെ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് അവിടെ വരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോയിന്റ് സോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, ഇതാണ് ഫ്രനൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫിനിറ്റി ആയിരിക്കും. എന്താ, സോഴ്സും സ്ക്രീനും തമ്മിലുള്ള അല്ലെ സോഴ്സും ഒബ്സ്റ്റക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് നമ്മൾ ലാബിലേക്ക് കൊണ്ടുവരിക? അതിനുകൊണ്ട് നമ്മൾ ലെൻസ് എടുക്കും, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അല്ലെ, ആ ഫോക്കൽ ലെങ്ത്തിന്റെ ഡിസ്റ്റൻസിൽ സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇടുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. നമുക്ക് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫ്രണ്ടൽ ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രെയിറ്റ് എഡ്ജ്. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് ലേസർ ലൈറ്റ് വരുന്ന സമയത്ത് ആ ലേസർ ലൈറ്റിന്റെ പാത്തില് ഒരു ബ്ലേഡ് നമ്മൾ വെക്കും. അപ്പൊ ആ ബ്ലേഡ് ആണ് സ്ട്രെയിറ്റ് എഡ്ജ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് ലൈറ്റ് ഈ ലൈറ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രം ഫിഗർ PM, what is PM? എന്താണ് ഈ ഡിസ്റ്റൻസ്? അപ്പൊ നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലേ. അപ്പൊ ഈ PM എന്ന് പറയുന്നത് എന്താ, PM എന്ന് പറയുന്നത് PM സ്ക്വയർ അല്ലെങ്കിൽ PM ഈക്വൽ റൂട്ട് ഓഫ് B സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ആണ്. PM, ഓക്കെ, PM ഈക്വൽ ടു റൂട്ട് ഓഫ്, ഓക്കെ, റൂട്ട് ഓഫ് B സ്ക്വയർ പ്ലസ് Y സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി PM ഈക്വൽ ടു അല്ലെ നമുക്ക് എങ്ങനെ എഴുതാം, B സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. ഓക്കെ, എനിക്ക് വേണ്ടിയിരുന്ന B സ്ക്വയർ അല്ലെ, അതായത് B പുറത്തെടുക്കാം, B ഇൻറ്റു 1 പ്ലസ് Y സ്ക്വയർ ബൈ B സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഹോൾ റൈസ് ടു 1/2. അപ്പൊ ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താണ്, 1 പ്ലസ് എക്സ് റൈസ് ടു n ഈക്വൽ ടു 1 പ്ലസ് nx ഈ രീതിയിൽ പോകും. അപ്പൊ ഇവിടെ n ന് പകരം 1/2 എടുക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 1 പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് y സ്ക്വയർ ഡിവൈഡ് ബൈ 2b സ്ക്വയർ എഴുതാം, 2b സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ PM ഈക്വൽ ടു എന്തായിരിക്കും, PM ഈക്വൽ ടു എന്ത് വരും, B ഇൻറ്റു 1 പ്ലസ് y സ്ക്വയർ ബൈ 2b സ്ക്വയർ. ഓക്കെ, ഇനി ഈ B ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് PM ഈക്വൽ ടു എന്ത് വരും, B ഇൻറ്റു അല്ലെ, B ഇൻറ്റു സോറി B ഉള്ളിലേക്ക് കൊണ്ടുപോയി B പ്ലസ് y സ്ക്വയർ അല്ലെ, y സ്ക്വയർ ഇവിടെ ഒരു B ഉണ്ടാവും ഡിവൈഡ് ബൈ 2b സ്ക്വയർ. എന്താ, ഒരു B സ്ക്വയർ B അങ്ങോട്ട് പോയി. Then equation become b plus y square by 2b. So this is PM. കാരണം b എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, a എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന PM എന്ന് പറയുന്ന ഈ ലെങ്ത് എന്തായിരിക്കും, റൂട്ട് ഓഫ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ നോക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് b സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ആ റൂട്ടിനെ നമ്മൾ 1/2 ആക്കി മാറ്റി, ഓൾ റൈസ് ടു 1/2. ദാറ്റ് ഈസ് PM ഈക്വൽ ടു b സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഓൾ റൈസ് ടു 1/2. എന്നിട്ട് b പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ b ഇൻറ്റു 1 പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ,
then according to binomial expansion 1 plus x raised to n equal to 1 plus nx plus etc. ആ രീതിയിൽ പോകും. ഇവിടെ n ഉള്ളത് 1/2 ആണ്. അപ്പോൾ 1 plus y square by b square all raised to 1/2 എന്നുള്ളത് എന്ത് വരും? 1 plus y square by 2b square. Okay, so this is equation number 4. Okay, ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ pm equal to ഈ വാല്യൂവിന് പകരം ഇതിന്റെ വാല്യൂ, അതായത് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then pm equal to b into 1 plus y square by 2b square. That is equation number 5. Okay, then pm equal to b plus b ഉള്ളിലേക്ക് എടുക്കുന്നു, b into y square by 2b square. That is b plus y square by 2b. That is equation number 6. So equation 6 ഞാൻ ഇവിടെ മാറ്റി എഴുതിയത് pm equal to b plus y square by 2b. Okay, then next one നമുക്ക് ഇനി sp1. അപ്പോൾ sp എന്ന് പറയുന്നത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾ കാണണം. അപ്പോൾ sp എന്ന് പറയുന്നത് എന്തായിരിക്കും? sp ഈക്വൽ ടു അല്ലേ, sp ഈക്വൽ ടു ഇവിടെ നിവർത്തേക്കുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ, അതായത് ഇത് a ആണ് ഇത് b ആണ്. അപ്പോൾ a plus b ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ all raised to 1/2. That is equation number 7. Okay, ഇനി എന്ത് ചെയ്യാം? sp ഈക്വൽ ടു ഞാൻ a plus b നേരത്തെ ചെയ്ത അതേ മെത്തേഡ് a plus b പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 plus y square divided by a plus b whole square all raised to 1/2. That is equation number 8. ഇവിടെ binomial expansion, that is sp equal to a plus b into 1 plus okay y square divided by 2a plus b all square. Binomial expansion. So 1 plus x raised to n equal to 1 plus nx എന്നുള്ള ആ ഒരു ഫോം ഇവിടെ പോകും. So this is equation number 9. ഇനി ഞാൻ ഇത് ഉള്ളിലേക്ക് എടുക്കും. That is sp equal to എന്താ വരിക? sp equal to okay ഇവിടെ a plus b വരും, a plus b plus okay a plus b ഇവിടെ കൊടുത്തു, ഇനി ഇവിടെയും കൊടുക്കണം. അപ്പോൾ എന്താ വരിക? a plus b into y square divided by 2a plus b all square. Okay, അപ്പോൾ ഈ ഒരു a plus b യും ഇതും അങ്ങോട്ട് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് sp ഈക്വൽ ടു എന്താ വരിക? a plus b അല്ലേ പ്ലസ് y square by 2a plus b. Okay, so this is equation number 10. This is equation number 11. sp equal a plus b plus y square by 2a plus b. Okay, ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത നമുക്ക് പി ക്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, പി ക്യൂ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പി ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് ഈസ് എസ് പി മൈനസ് എസ് ക്യൂ ആയിരിക്കും. എസ് പി മൈനസ് എസ് ക്യൂ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 12. ഓക്കെ, നമുക്ക് ഈ എസ് ക്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എസ് എം, കാരണം അടുത്തടുത്താണ്. അതുകൊണ്ട് ഈ എസ് ക്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എ എന്ന് കൊടുക്കാം. അപ്പൊ എന്താ വരിക? പി ക്യൂ ഈക്വൽ ടു ഓക്കെ എസ് പി എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് ബി അല്ലെ പ്ലസ് വൈ സ്ക്വയർ ബൈ 2a പ്ലസ് ബി മൈനസ് എ. അപ്പൊ ഈ എയും എയും ക്യാൻസൽ. Okay, that is equation number 13. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? pq equal to b plus y square divided by 2a plus b എന്ന് വരും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ pm കണ്ടുപിടിച്ചു. That is equation number 6. അതേ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? sp കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽ എക്സ്പ്രഷനിൽ എന്താ ഉണ്ടാവുക? sp എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ b plus എന്ന് പറയുന്നത് a plus b എന്നുള്ളത് മാത്രം ഇവിടെ വരും. ഓക്കെ, നോക്കാം. sp എന്ന് പറയുന്നത് എന്താ? ദിസ് ഈസ് st. അപ്പം ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ വരിക? a plus b whole square plus y square all raised to 1/2. That is equation number 7. Okay, then sp equal to a plus b പുറത്തേക്ക് എടുക്കുന്നു into 1 plus y square divided by a plus b whole square all raised to 1/2. That is equation number 8. Okay, then sp equal to a plus b പുറത്തെടുക്കുന്നു, അതുകൊണ്ട് ബൈനോമിയൽ expansion കൊടുക്കുന്നു. That is a plus b into 1 plus y square divided by 2a plus b whole square. That is equation number 9.
then a plus b ഉള്ളിലേക്ക് എടുക്കുന്നു sp equal to a plus b plus a plus b into y square divided by 2 a plus b also. Okay, so a plus b ഇത് cancel ചെയ്യുന്നു. That is equation number 10. Then sp equal to a plus b plus y square by 2a plus b. That is equation number 11. Okay, അപ്പോൾ ആ pm എന്ന് പറയുന്നത് equation number 6, that is b plus y square by 2b. Then sp എന്ന് പറയുന്നത് a plus b plus y square by 2a a plus b. അപ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ ഒരു a plus ഇവിടെയും ചേരുന്നു, അവിടെ ഇവിടെയും ഒരു a plus ചേരുന്നു. Okay, that is equation number 11. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് PQ അല്ലെ? PQ എന്ന് പറയുന്നത് എന്താണ്? PQ എന്ന് പറയുന്നത് എന്തായിരിക്കും? SP യിൽ നിന്ന് SQ മൈനസ് ചെയ്യണം, ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. അപ്പം PQ equal SP minus SQ, that is equation number 12. അപ്പോൾ ശ്രദ്ധിക്കുക, SQ approximately equal to A തന്നെയാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? SQ approximately equal to small a. Then PQ, അപ്പോൾ PQ എന്ത് വരും? SP ന് പകരം നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് a plus b plus y square divided by 2a plus b minus a. So a and minus a cancel. Okay, finally we get PQ equal to b plus y square divided by 2a plus b. Okay, equation 13 ഞാൻ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് PQ equal to b plus y square divided by 2a plus b, 2 into a plus b. Okay, അങ്ങനെയാണെങ്കിൽ ഈ p എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്തായിരിക്കും പാത്ത് ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് ഡിവൈഡ് മൈനസ് അല്ലേ, ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതായിരിക്കും കൂടുതൽ. നോക്കൂ, ഡിനോമിനേറ്റർ കുറഞ്ഞതായിരിക്കും കൂടുതൽ. അതായത് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു എന്താ വരിക? PM മൈനസ് PQ. അതായത് ഈ PM എന്നുള്ള ദൂരമാണ് കൂടുതൽ, കാരണം അതിന്റെ ഡിനോമിനേറ്റർ ആണ് കുറവ്. സോ PM മൈനസ് PQ. അപ്പോൾ ഇതാണ് PM, ഇതാണ് PQ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 14. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു PM means this one, b plus y square divided by 2b minus b, ഇതിൽ മൈനസ് വരും കാരണം മൈനസ് ഓഫ് അല്ലേ, അപ്പോൾ മൈനസ് y square divided by 2a plus b വരും. ഓക്കെ, 2a plus b, that is equation number 15. Okay, then ഇവിടെ b minus b cancel. പിന്നെ എന്താണ്? പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു y square divided by 2b minus y square divided by 2 into a plus b. Okay, that is equation number 16. ഇവിടെ നമ്മൾ LCM എന്തെടുക്കുക? അതായത് 2b into 2 into a plus b. ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into y square into a plus b minus 2by square, that is equal to 2y square a, okay, plus 2y square b, okay, minus 2by square, 2by square, okay, 2by square all divided by 2b into 2b into 2 into a plus b. Okay, I will move 2y square a, 2y square b minus 2by square divided by 2b into 2 into a plus b. Okay, ഇവിടെ നമുക്ക് ഏത് കോമൺ ആയിട്ട് എടുക്കാം? 2y square കോമൺ ആയിട്ട് എടുക്കാം. That is equal to 2y square. Okay, അപ്പോൾ അവിടെ എന്താ വരിക? a, ഇവിടെ a വരും, പിന്നെ അവിടെ പ്ലസ് b വരും, മൈനസ് b വരും. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആവും.
ഇത് ഇതുകൊണ്ട് ക്യാൻസൽ ആവും. 2y² b മൈനസ് 2y² b ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി എന്താ വരിക? 2y² a വരും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം 2y² a അല്ലേ? 2y² a that is equal to 2y² a divided by 2 into b into 2 എന്ന് പറഞ്ഞാൽ 2b 2 into 2 എന്ന് പറഞ്ഞാൽ ഈ 2 ഈ 2 ക്യാൻസൽ ആയി into a plus b. Okay, that is equation number 17. Okay, 17 and this is 18. Okay, അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടി. അതായത് ഇവിടുന്ന് ഒരു വേവ് ഫ്രണ്ട് ഇവിടെ എത്തുന്നതും അതുപോലെ ഇവിടുന്ന് ഒരു വേവ് ഫ്രണ്ട് ഇവിടെ എത്തുന്നതുമുള്ള പാത്ത് ഡിഫറൻസ് അതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. That path difference equal to a y² and മാറ്റി എഴുതാം y² a divided by 2b into a plus b equation 18. Okay, path difference delta equal to y² a divided by 2b into a plus b 2b into a plus b. This is the path difference. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ രണ്ട് കണ്ടീഷൻ മാക്സിമയുടെയും ഡിഫ്രാക്ഷൻ മാക്സിമയുടെയും ഡിഫ്രാക്ഷൻ മിനിമയുടെയും കണ്ടീഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇത് പറയാം. നമ്മൾ പി എം കണ്ടുപിടിച്ചു, പി ക്യൂ കണ്ടുപിടിച്ചു. പി എം എന്ന് പറയുന്നത് b plus y² by 2b, that is equation number 6. Then pq എന്ന് പറയുന്നത് b plus y² by 2a plus b, that is equation number 13. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? pm minus pq. അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ b plus y² by 2b minus b minus y² by 2a plus b. b plus b minus b cancel, that is delta equal y² by 2b minus y² by 2a plus b, that is equation number 16. Okay, then ഇത് LCM എടുക്കുന്നു, എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. അവസാനം നമുക്ക് കിട്ടുന്ന വാല്യൂ ഡെൽറ്റ ഈക്വൽ ടു ഇക്വേഷൻ 18 ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡെൽറ്റ ഈക്വൽ ടു y² a divided by 2b into a plus b. ഇതാണ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഇക്വേഷൻ 18 ഇവിടെ മാറ്റി എഴുതുന്നു. അതായത് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ഡെൽറ്റ, അതായത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് y² a divided by 2b into a plus b. ഓക്കെ, നമുക്കറിയാം കണ്ടീഷൻ ഫോർ മാക്സിമം, അതായത് ഡിഫ്രാക്ഷൻ മാക്സിമം എന്ന് പറയുന്നത് എന്താ? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n - 1 λ/2. ഇതാണ് ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ, അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റ് മാക്സിമം ആണെന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ വരിക. അതെന്താ വരിക? y² a divided by 2b into a plus b, that is equal to 2n - 1 λ/2, that is equation number 20. അതിൽ നിന്ന് y കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുകൊണ്ട് y² അവിടെ കൊടുക്കുക. ബാക്കി എന്താ വരിക? 2n - 1 λ/2 അല്ലേ? പിന്നെ ഇത് ഇപ്പുറത്തേക്ക് പോകും, ദാറ്റ് ഈസ് ab സോറി 2b 2 into b into a plus b. ഓക്കെ, then അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താ വരിക? 2n - 1 a lambda into 2b into a plus b, okay, divided by 2. ഇതാണ് yn, nth അതായത് മാക്സിമയുടെ ഈ സെന്റർ, ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് nth മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ. ഓക്കെ, nth ഡിഫ്രാക്ഷൻ മാക്സിമയിലേക്കുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇക്വേഷൻ 21 represent the distance of nth maximum from c. c എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, that is root of 2n - 1 lambda 2b into a plus b by 2, that is equation number 21. Okay, this is the nth maximum, diffraction maximum from the point c. c എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള
distance. So yn equal 2n minus 1 lambda 2b a plus b divided by 2. So ഇവിടെ നമുക്ക് 2 cancels. Okay. So നമ്മൾ എന്താ ചെയ്തത് പാത്ത് ഡിഫറൻസിൽ നമ്മൾ ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പാത്ത് ഡിഫറൻസ് ഈക്വൽ 2n minus 1 lambda by 2. ഓക്കെ, ആ കണ്ടീഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി y square a divided by 2b into a plus b with 2n minus 1 okay lambda by 2. Okay, ഇവിടെ n equal to 1 2 3 1 2 3 extra. So y square equal to 2n minus 1 lambda by 2 2b a plus b. So yn equal to so n എന്നുള്ള അർത്ഥത്തിൽ yn കൊടുക്കുന്നത് root of a 2n plus 1 lambda b a plus b. Okay, so ഇതാണ് nth maximum diffraction maximum equation. ഇതുപോലെ തന്നെ പാത്ത് ഡിഫറൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് മിനിമയുടെ കണ്ടീഷൻ ഓക്കെ മിനിമയുടെ കണ്ടീഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മിനിമയുടെ കണ്ടീഷൻ നമുക്ക് എന്തായിരിക്കും കൊടുക്കാൻ വേണ്ടി പറ്റുക, പാത്ത് ഡിഫറൻസ് ഈക്വാലിറ്റി. ഓക്കെ, എന്താണ് മിനിമയുടെ കണ്ടീഷൻ? ദാറ്റ് ഈസ് 2n lambda by 2 n equal to 1 2 3 അല്ലേ 1 2 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് 2n lambda by 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ 2 2 ക്യാൻസൽ ആയി n lambda അല്ലേ n lambda തന്നെയാണ്. n lambda equal to y square a divided by 2b into a plus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും, y square നമ്മൾ അവിടെ നോക്കുന്നു അല്ലേ, that is equal to n lambda okay 2b into a plus b divided by a. നമുക്ക് a cancel ആക്കാം. ഓക്കെ, അപ്പം ഇക്വേഷൻ y സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ yn എന്തായിരിക്കും, yn equal to നമുക്ക് എന്ത് എഴുതാം, yn equal to root of okay root of n lambda b okay n lambda b a plus b okay. So this is equation 22 okay 23 24 25 okay. അപ്പോൾ ഇക്വേഷൻ 25 എന്താ കാണിക്കുന്നത്, ഇക്വേഷൻ 25 കാണിക്കുന്നത് അതായത് nth ഡിഫ്രാക്ഷൻ മിനിമയുടെ ഡിസ്റ്റൻസ്, അതായത് ഈ സെന്ററിന് ഈ പി എന്ന് പറയുന്ന പോയിന്റ് മാക്സിമം ആവാം മിനിമം ആവാം. ഓക്കെ, മാക്സിമം ആണെങ്കിൽ ഏതാണ് ഡിസ്റ്റൻസ് എന്നും മിനിമം ആണെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് എന്നുമാണ് ഇവിടെ കാണിച്ചത്. ഇനി ഒന്നുകൂടി ഇത് പറയാം, നമ്മളിപ്പം കണ്ടീഷൻ കൊടുക്കുന്നത് ഡിഫ്രാക്ഷൻ മിനിമയുടെയാണ്. മിനിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു 2n lambda by 2 2 2 cancel so n lambda so n equal 1 2 3 etc. That is n lambda equal to y square a divided by 2b into a plus b. That is equation 23. That is y square equal to n lambda b into a plus b and a cancel away. Then y equal to root of yn equal root of n lambda b into a plus b. That is equation number 25. Okay. Okay, nth diffraction maxima our equation ആണ് ഉള്ളത് y equal root of b into a plus b divided by a 2n minus 1 ആണ്. Okay, അറിയുന്ന equation ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the distance between two consecutive maxima diffraction maxima അടുത്തടുത്ത രണ്ട് diffraction maxima തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും നോക്കാം. അതെന്തായിരിക്കും, that is y2 minus y1 മാക്സിമ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് y2 എന്ന് പറഞ്ഞാൽ എന്താ, y2 എന്ന് പറയുമ്പോൾ എന്തിനു വാല്യൂ കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ ഇവിടെ ബാക്കിയുള്ള ടേമിനെയൊക്കെ നമുക്ക് k എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. k എന്ന് പറയുന്നത് റൂട്ട് ഓഫ് b ഇൻറ്റു a പ്ലസ് b ഓക്കെ ഡിവൈഡ് ബൈ a ഇൻറ്റു ലാംഡ. ഇതിന് ഞാൻ k നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ yn എന്തായിരിക്കും മാറും, റൂട്ട് ഓഫ് അല്ലെ k ഇൻറ്റു പിന്നെ ബാക്കിയുള്ളത് 2n minus 1. ഓക്കെ, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ y2 എന്ന് പറഞ്ഞാൽ അല്ലെ y2 എന്തായിരിക്കും, ഇവിടെ n2 എന്ന് കൊടുക്കുക, അതായത് റൂട്ട് ഓഫ് k ഇൻറ്റു ഇത് 2 ഇൻറ്റു അല്ലെ n2 കൊടുക്കുക -1. ദാറ്റ് ഈസ്
എന്താ വരിക 2 into 2 4 minus 1 that is 3 എന്ന് വരും അല്ലേ. ഇത് റൂട്ട് k into 3 ഇതാണ് ഇതിന്റെ പേര് y2 യുടെ പേര്. k എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് y1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ n-ന്റെ 1 എന്ന് കൊടുക്കുക, that is k into 2 into 1 minus 1 that is 2 minus 1 അല്ലേ. എന്താ വരിക 1 വരും, റൂട്ട് k എന്ന് വരും. അപ്പോൾ y2 എന്ന് പറയുന്നത് റൂട്ട് 3k, ഇതെന്താ റൂട്ട് k. അങ്ങനെയാണ് y2 minus y1 എന്താ, that is equal to y2 minus y 3k minus k അല്ലേ. അപ്പോൾ എന്തായിരിക്കും, that is equal to root 3 minus okay root 3 minus 1 into root k അല്ലെങ്കിൽ k എന്ന് പറയുന്ന റൂട്ടാണല്ലോ. k എന്ന് പറയുന്നത് ഓൾറെഡി റൂട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, റൂട്ട് 3k into root 3 കൊടുക്കാം. അപ്പം ഇവിടെ എന്താ പറയുക, k എന്ന് പറയുന്നത് അതായത് റൂട്ട് 1 into k into root 1. അപ്പോൾ റൂട്ട് 3 minus 1, റൂട്ട് 3യുടെ വാല്യൂ 1.372 ആണ്. റൂട്ട് 3യുടെ വാല്യൂ 1.372. അപ്പോൾ എന്താ വരിക, that is equal to 1.732 minus 1 into k that is equal to 0.732k. ഇതായിരിക്കും രണ്ട് y2 minus y1, അതായത് മാക്സിമം സെക്കൻഡ് മാക്സിമയും ഫസ്റ്റ് മാക്സിമം ഡിഫ്രാക്ഷൻ മാക്സിമം തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് റൂട്ട് 732k ആണ്. k എന്ന് പറയുന്നത് ഈ ടേമാണ്. ഓക്കെ, ഞാനൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ അടുത്തടുത്ത രണ്ട് മാക്സിമം തമ്മിലുള്ള ഡിഫറൻസ്, ഫോർ എക്സാമ്പിൾ y2 minus y1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം y എന്ന് പറയുന്ന അതായത് മാക്സിമയുടെ ഇക്വേഷൻ y n equal to root of b into a plus b divided by a into 2n minus 1 lambda. ഇവിടെ ഞാൻ ഇതിൽ k എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ കൊടുക്കുന്നു, കാരണം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് എല്ലാം ഈ ടേം എടുത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കണം, അതിന് വേണ്ടിയാണ് k equal to root of b into a plus b by a into lambda. അപ്പോൾ ഈ y n എന്തായിട്ട് മാറും, റൂട്ട് ഓഫ് അവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം, k പുറത്തേക്ക് എടുക്കണം, that is k എന്ന് പറയുന്നത് ഓൾറെഡി റൂട്ട് കൊടുത്തു, അതുകൊണ്ട് k into root of 2n minus 1. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വരും, that is k into root of 2 into 2 minus 1 that is k into root 3. Similarly y1 equal to എന്താ വരിക, that is k into root of 2 into 1 minus 1 that is k into root 1. അങ്ങനെയാണ് y2 minus y1 എന്താ, that is റൂട്ട് അല്ലേ, എന്താ റൂട്ട് 3 minus 1 into k. Okay, that is root 3 minus 1 k എന്ന് പറയുന്നത് root 3 എന്ന് പറഞ്ഞാൽ 1.732. Okay, 1.732 minus 1 into k, that is 0.732k. Okay, ഇതാണ് y2 minus y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മാക്സിമം, സെക്കൻഡ് ഡിഫ്രാക്ഷൻ മാക്സിമം മൈനസ് ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മാക്സിമം. Okay, where k equal to root of b into a plus b divided by a into lambda. Okay, നമ്മുടെ y2 minus y1 0.732k വരും. അതുപോലെ y3 minus y2 ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് that is അതായത് k into root 5 minus k into root 3. Okay, അപ്പോൾ k into root 5 minus k into root 3. അപ്പോൾ root 5ന്റെ വാല്യൂ root 3യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.504k. ഇതാണ് നമുക്ക് k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റന്റ്, നേരത്തെ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് തന്നെയാണ്. സിമിലർലി y4 minus y3 that is equal to k into root 7 minus k into root 5. Okay, the value is 0.41k. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് തേർഡ് മാക്സിമം സെക്കൻഡ് മാക്സിമം തമ്മിലുള്ള ഡിഫ്രാക്ഷൻ മാക്സിമം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഫോർത്ത് മാക്സിമം അതുപോലെ തേർഡ് മാക്സിമം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്.
ഓക്കെ, അപ്പോൾ ഇവ മാക്സിമം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് കുറഞ്ഞു വരികയാണ്, ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് മിനിമയുടെ കണ്ടീഷൻ നോക്കാം. നമുക്കറിയാം y ഈക്വൽ റൂട്ട് ഓഫ് b ഇൻടു a പ്ലസ് b ഡിവൈഡ് ബൈ a ഇൻടു 2 n ലാംഡ. ഓക്കെ, ഇതാണ് മിനിമയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ k എന്ന് പറയുന്നത് k ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ b ഇൻടു b ഇൻടു a പ്ലസ് b ഡിവൈഡ് ബൈ a ഇൻടു ലാംഡ, ഇതിന് k കൊടുത്തു. അപ്പോൾ y എന്തായിരിക്കും? y ഈക്വൽ ടു എന്ത് വരും? k ഇൻടു റൂട്ട് ഓഫ് n ലാംഡ അല്ലേ, റൂട്ട് ഓഫ് 2n ലാംഡ വന്ന് 2 ഇൻടു n 2 ഇൻടു n. ഓക്കെ, കാരണം ബാക്കിയെല്ലാം k ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ y2 അല്ലേ മൈനസ് y1 നമുക്ക് എടുക്കാം. അങ്ങനെയാണ് y2 എന്തായിരിക്കും? എന്താണ് y2 എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ n 2 എന്ന് കൊടുക്കുക. അപ്പോൾ k ഇൻടു എന്താ വരിക? n 2 എന്ന് കൊടുക്കുമ്പോൾ 2 ഇൻടു 2 എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ. അതിപ്പോൾ എന്താ വരിക? k ഇൻടു റൂട്ട് 4 എന്ന് വരും. ഓക്കെ, പിന്നെ അടുത്തത് y, അതായത് ഫസ്റ്റ് മാക്സിമം പിന്നെ മിനിമം ആ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ y1 എടുക്കുകയാണെങ്കിൽ അതായത് ഫസ്റ്റ് മിനിമം, ദിസ് ഈസ് സെക്കൻഡ് മിനിമം. അപ്പോൾ എന്തായാലും k ഇൻടു n ന് 1 കൊടുക്കാം, 2 ഇൻടു 1 ദാറ്റ് ഈസ് k ഇൻടു റൂട്ട് 2. ഇത് ഫസ്റ്റ് മിനിമം, ദിസ് ഈസ് സെക്കൻഡ് മിനിമം, ഡിഫ്രാക്ഷൻ മിനിമം. അപ്പോൾ ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമം എന്ന് പറയുന്നത് k ഇൻടു റൂട്ട് 2, സെക്കൻഡ് ഡിഫ്രാക്ഷൻ മിനിമം ആണ് k ഇൻടു റൂട്ട് 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y2 മൈനസ് y1 എന്തായിരിക്കും? ദാറ്റ് ഈസ് റൂട്ട് 4 മൈനസ് റൂട്ട് 2 ഇൻടു k. അപ്പോൾ അതിന്റെ വാല്യൂ 0.586 അല്ലേ, 0.586 k. ഇതാണ് y2 മൈനസ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ മിനിമം. ഓക്കെ, സെക്കൻഡ് ഡിഫ്രാക്ഷൻ മിനിമം മൈനസ് ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമം എന്ന് പറയുന്നത് 0.586 k ആണ്. k എന്ന് പറയുന്നത് നേരത്തെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഈ രീതിയിൽ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മിനിമയുടെ കണ്ടീഷൻ ഇക്വേഷൻ എഴുതി, എന്നിട്ട് k ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ y ഈക്വൽ k റൂട്ട് ഓഫ് 2 എന്ന് എഴുതാം. എന്നിട്ട് y2 എന്ന് പറയുമ്പോൾ n 2 എന്ന് കൊടുത്തു. അപ്പോൾ k 2 ഇൻടു 2 ദാറ്റ് ഈസ് k ഇൻടു റൂട്ട് 4. y2 1 കൊടുത്തു, y1 ഈക്വൽ k ഇൻടു റൂട്ട് ഓഫ് 2 ഇൻടു 1 ദാറ്റ് ഈസ് k ഇൻടു റൂട്ട് 2. എന്നിട്ട് y2 മൈനസ് y1 റൂട്ട് 4 മൈനസ് റൂട്ട് 2 ഇൻടു k ദാറ്റ് ഈസ് 0.586 k. ഓക്കെ, y2 മൈനസ് y1 ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ y3 മൈനസ് y2 എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഫ്രാക്ഷൻ മിനിമം മൈനസ് സെക്കൻഡ് ഡിഫ്രാക്ഷൻ മിനിമം. എന്തായിരിക്കും ഇവിടെ വരിക? y3 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വരുന്നത് എന്തായിരിക്കും? y3 നമുക്ക് നോക്കാം. എന്താണ് y3 വരിക? y3 ഈക്വൽ ടു k ഇൻടു റൂട്ട് ഓഫ് 2 ഇൻടു 3 അല്ലേ എന്ന് പറയുമ്പോൾ 6 വരും. അതായത് k ഇൻടു റൂട്ട് 6 വരും. then y2 എന്താ? that is y2 നേരത്തെയാണ് റൂട്ട് 4 അല്ലേ, k ഇൻടു റൂട്ട് 4. അങ്ങനെ y3 മൈനസ് y2 എന്തായിരിക്കും? that is റൂട്ട് 6 ഓക്കെ മൈനസ് റൂട്ട് 4 ഇൻടു k. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4496 0.4496 k. ഇതാണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് y4 മൈനസ് y3 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ എന്താ പറയുക? റൂട്ട് ഡയറക്റ്റ് ചെയ്താൽ റൂട്ട് 8 മൈനസ് റൂട്ട് 6 ഓക്കെ 6 ഇൻടു k. അതിന്റെ വാല്യൂ വരുന്നത് 0.3789 ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് എന്താ? അതായത് ഡിഫ്രാക്ഷൻ പാറ്റേൺ അത് അൺഈക്വൽ ആണ്. ഓക്കെ, അതിന്റെ വിഡ്ത്ത് എന്താണ്? അൺഈക്വൽ ആണ്. പക്ഷെ ഇന്റർഫറൻസ് പാറ്റേൺ അങ്ങനെയല്ല, ഈക്വൽ ആണ് അല്ലേ. ഫ്രിഞ്ച് വിഡ്ത്ത് ഈക്വൽ ആണ്, പക്ഷെ ഇവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ അൺഈക്വൽ ആയിട്ടാണുള്ളത്. കാരണം മാക്സിമം മിനിമം തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. ഓക്കെ, അങ്ങനെ അവസാനം ഇതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് അവസാനം അത് ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, ഇന്റൻസിറ്റി ഓഫ് ദ എഡ്ജ് ഓഫ് ദ ജോമെട്രിക് ഷാഡോ. അതായത് ഈ കൂർത്ത മുനയുണ്ടല്ലോ, ഈ മുനയുടെ ഈ ഭാഗത്തുണ്ടാകുന്ന ഇന്റൻസിറ്റി. സോ അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റില്
ഈ അപ്പർ ഹാഫിലുള്ള ഹാഫ് പീരീഡ് സോൺസിലെ കംപ്ലീറ്റ് ഇത് വരും. ലോവർ ഹാഫ് ഈ പോയിന്റിൽ എന്തായിരിക്കും ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് യു ഡാഷ് ഈക്വൽ ടു u1. കാരണം ഓരോ ഹാഫ് പീരീഡ് സോൺസ് എന്താ λ/2 പാത്ത് ഡിഫറൻസ് ഉണ്ട്, ഫേസ് ഡിഫറൻസ് പൈ ഉണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, അടുത്തത് -u2 ആയിരിക്കും, പിന്നെ +u3 ആയിരിക്കും, മൈനസ് അല്ലേ u4 ആയിരിക്കും, ഇങ്ങനെ എക്സെട്രാ അവസാനത്തെ ±u1. അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് +or- കൊടുത്തു. അപ്പൊ നമുക്ക് ഇതറിയാം u' p എന്നുള്ളത് എന്തായിരിക്കും u1/2 ആണ്. അപ്പർ ഹാഫിലെ കംപ്ലീറ്റ് ഹാഫ് പീരീഡ് സോൺസിന്റെയും ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി എന്തായിരിക്കും? ഇന്റൻസിറ്റി എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലേ? ഇതാണ് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. അപ്പൊ എന്താ വരിക? ദാറ്റ് ഈസ് u1/4 എന്ന് വരും. ഓക്കെ, ഇനി നമ്മള് ഇവിടെ ഈ സ്ട്രെയിറ്റ് എഡ്ജ് ഇല്ല, ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നതെന്ന് ഇരിക്കുക. അപ്പൊ കംപ്ലീറ്റ് ലൈറ്റ് ഈ സി എന്ന് പറയുന്ന പോയിന്റിലാണ് വരിക. ഈ സ്ട്രെയിറ്റ് എഡ്ജ് വെക്കുന്ന സമയത്താണ് ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മൾക്ക് ലേസർ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ ഒരു പിന്നെ ഒരു ബ്ലേഡ് വെക്കുകയാണ് ചെയ്യുക, സാധാരണ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് വിത്തൗട്ട് സ്ട്രെയിറ്റ് എഡ്ജ് ആണെങ്കിൽ നമുക്കറിയാം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ അപ്പർ ഹാഫ് വേവ് ഫ്രണ്ടിന്റെയും ലോവർ ഹാഫ് വേവ് ഫ്രണ്ടിന്റെയും സം ആയിരിക്കും എന്ന് പറയുന്നത് 2 ടൈംസ് ആയിരിക്കും അല്ലെ? 2 ടൈംസ്. അപ്പൊ എന്തായിരിക്കും? ഇന്റൻസിറ്റി അറ്റ് സി വിത്തൗട്ട് എഡ്ജ് അല്ലെ, അതായത് വിത്തൗട്ട് സ്ട്രെയിറ്റ് എഡ്ജ്. ഓക്കെ, വിത്തൗട്ട് സ്ട്രെയിറ്റ് എഡ്ജ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഇന്റൻസിറ്റിനെ I0 എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2u'(p) എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പർ ഹാഫ് പീരീഡ് സോൺസും ലോവർ ഹാഫ് പീരീഡ് സോൺസിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ u'(p) എന്ന് പറഞ്ഞാൽ u1/2 ആണ്. അപ്പം എന്തായിരിക്കും? 2 ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2u'(p) അല്ലെ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പം അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4 times u1/4. That is 4 cancel out. Okay, u'(p) u1/2 ആണ്. അപ്പം എന്താ വരിക? ദാറ്റ് ഈസ് u1/2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ സ്ക്വയർ വരും. ഓക്കെ, ദാറ്റ് ഈസ് u1/2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ഇന്റൻസിറ്റി. അപ്പം ഇന്റൻസിറ്റി വിത്ത് സ്ട്രെയിറ്റ് എഡ്ജ് at C is equal to എന്തായിരിക്കും? അതായത് u1/4 ആയിരിക്കും, u1/4 ആയിരിക്കും. അതായത് വിത്തൗട്ട് സ്ട്രെയിറ്റ് എഡ്ജ് ഇല്ലാതെ കിട്ടുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ 1/4 ആയിരിക്കും ഈ സ്ട്രെയിറ്റ് എഡ്ജ് ഇവിടെ വെക്കുന്ന സമയത്ത് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി. ഓക്കെ, അപ്പം ഒരു സ്ട്രെയിറ്റ് എഡ്ജ് വെക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ എഡ്ജ് അവിടെ വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റിയുടെ 1/4 ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഈ ഇക്വേഷൻ നമ്മളോട് പറയുന്നത്. ഇന്റൻസിറ്റി വിത്തിൻ ജോമെട്രിക്കൽ ഷേപ്പ്, അതായത് ഇതിന്റെ താഴോട്ടേക്കുള്ള ഇന്റൻസിറ്റിയുടെ അവസ്ഥ എന്താണ്? ഇങ്ങോട്ട് താഴോട്ടേക്ക്. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞ ഇതിന് മുകളിലുള്ള പോയിന്റിലെ ഇന്റൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ സി എന്ന് പറയുന്ന പോയിന്റിലെ ഇന്റൻസിറ്റി പറഞ്ഞു. ഇത് താഴേക്കുള്ള ഇന്റൻസിറ്റി. ഓക്കെ, അപ്പോൾ താഴേക്കുള്ള ഇന്റൻസിറ്റി u(p) എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ -u2 പ്ലസ് u3. കാരണം u1 എന്ന് പറയുന്ന സെക്ഷൻ ആ ഒരു ഹാഫ് പീരീഡ് സോൺ അത് ഈ മുകളിലത്തെ ടേമിലേക്ക് പോയി. സോ അതുകൊണ്ട് -u2 പ്ലസ് u3 -u4 എക്സെട്രാ പ്ലസ് ഓർ -un. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് വരുന്നത് u2/2. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് u2/2 ആയിരിക്കും. അതായത് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്, ഈ താഴേക്കുള്ള ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ താഴോട്ടേക്ക് വരുന്നതോറും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റൻസിറ്റി, ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇതിന്റെ സ്ക്വയർ ആയിരിക്കും ഇന്റൻസിറ്റി. അപ്പൊ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അവസാനം ഇന്റൻസിറ്റി ഇല്ലാതാവുകയും അങ്ങനെ ആ ഷേഡോ അവിടുന്ന് പിന്നെ നമുക്ക് കാണാൻ പറ്റാതാവുകയും ചെയ്യും. സോ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ വൈയിലെ ഇന്റൻസിറ്റി എടുത്തിട്ടുണ്ട്, എക്സിന് ഡിസ്റ്റൻസ് y,
ഫ്രം സി ഇലുമിനേറ്റഡ് റേഡിയസ്, അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് അത് താഴോട്ടേക്ക് വരുന്തോറും അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഗ്രാഫാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ വന്നിട്ട് 0.2580, then 0.580, അങ്ങനെ അങ്ങനെ. സോ ഇവിടെയാണ് I0 എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു 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 വരും. ഓക്കെ, ഈ രീതിയിൽ ഇതാണല്ലോ പിന്നെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇങ്ങനെയാണ്. ഓക്കെ, ഡിഫ്രാക്ഷൻ അതേസമയം ഇൻഡിഫറൻസ് ആകുമ്പോൾ ഈക്വൽ ആയിട്ടായിരിക്കും. ഇൻഡിഫറൻസ് പാറ്റേണിൽ ഈക്വൽ ആയിട്ടാണ് ബ്രൈറ്റും ഡാർക്കും പോയിന്റ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ മാക്സിമ മിനിമ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഇതാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതായത് ഇന്റൻസിറ്റി വിത്തിൻ ദ ജോമെട്രിക്കൽ ഷേഡോ എന്ന് പറയുമ്പോൾ ഇതിന് താഴേക്കുള്ള അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫ്രനൽ ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രെയിറ്റ് എഡ്ജ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഹാഫ് പീരീഡ് സോണും അതുപോലെ വേവ് ഫ്രണ്ട് ഒക്കെ വന്നിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഇതോടുകൂടി ഫ്രനൽ ഡിഫ്രാക്ഷൻ കഴിയുന്നു.